ഹായ് 2025 പുറത്തിറങ്ങിയ ഇന്തോനേഷ്യയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയ ഒരു ചലച്ചിത്രം നോർമ ബിറ്റ്വീൻ മദർ ഇൻ ലോ ആൻഡ് സൺ ഇൻ ലോ 2022 ടിക്ടോക്കിലൂടെ വൈറലായ ഒരു യഥാർത്ഥ സംഭവമുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ഈ ഇന്തോനേഷ്യൻ ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് പ്രസക്തി വളരെ വലുതാണ്. അവിശ്വസനീയം എന്ന് നമ്മൾ ചിന്തിക്കുന്ന പലതും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊരു കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നൈമ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന അവിശ്വസനീയമായ ചില സംഭവങ്ങൾ. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് കോടതിയിലാണ്. നൈമ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ പരിചയപ്പെടുന്നു. ജഡ്ജിക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, വിവാഹമെന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ ഏറെ സങ്കടത്തോടെ പറയട്ടെ, എല്ലാ തെറ്റുകളും ചതികളും ഒരു സോറി കൊണ്ട് മാത്രം മാപ്പാക്കപ്പെടില്ല. എനിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കാൻ പാടില്ല. എന്റെ സ്വന്തം ഭർത്താവ് എന്നെ ചതിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ വ്യക്തിയുടെ കൂടെ ചേർന്നാണ് അയാൾ എന്നെ വഞ്ചിച്ചത്. അത് പറയുമ്പോഴേക്കും നൈമാകെ തകർന്നു പോയിരുന്നു. അവൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. കഥ അവിടെ നിന്നും വർഷങ്ങൾ പിന്നിലേക്ക് പോകുന്നു. നൈമ ഒരു ഇസ്ലാമിക് ഫൗണ്ടേഷൻ സ്കൂളിൽ സോഷ്യൽ വർക്കറായി ജോലി ചെയ്യുകയായിരുന്നു. അന്ന് സ്കൂളിൽ ഒരു ഇസ്ലാമിക് ലെക്ചർ നടക്കുന്നുണ്ട്. ഒരു അധ്യാപിക കുട്ടികൾക്കും അവരുടെ ഉമ്മമാർക്കും ഇസ്ലാമിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഉമ്മയുടെ പങ്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഏവരും അതീവ ശ്രദ്ധയോടെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. നൈമയുടെ ഉമ്മ റഹീമയും അവിടുണ്ട്. അവരും ആ പ്രസംഗം ശ്രദ്ധയോടെ കേട്ടിരുന്നു. നോട്ടുകൾ എഴുതിയെടുത്തു. ഇസ്ലാമിൽ ഏറ്റവും മഹത്തരമായ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി ഉമ്മയാണ്. ഒരു വ്യക്തിയുടെ ഉമ്മ. ഈ സമയം മറ്റു രണ്ടുപേരെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഫിറോസ് എന്നും കരീം എന്നുമായിരുന്നു അവരുടെ പേരുകൾ. അവർ ആ സ്കൂളിലേക്ക് ഒരു വാഹനത്തിൽ വന്നു ചേർന്നു. അവർ ഒരു NGOയുടെ ഭാഗമാണ്. അവിടെ നിന്ന് ഭക്ഷണം എത്തിക്കാനാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഫിറോസ് ആണ് ആ NGOയുടെ ചെയർമാൻ. ഭക്ഷണം ഏറ്റുവാങ്ങാൻ അങ്ങോട്ടേക്ക് എത്തിയത് നൈമയായിരുന്നു. കരീം അവളെ കണ്ടതും അവളുടെ അടുത്തെത്തി പറഞ്ഞു, കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം കേട്ടോ. നൈമ പറഞ്ഞു, ഏയ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സുരക്ഷിതമായി എത്തിയല്ലോ, ഒരുപാട് വൈകിയിട്ടുമില്ല, അത് മതി. ഫിറോസ് നൈമയൊന്ന് നോക്കി. അതിനുശേഷം 3 പേരും ചേർന്ന് കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ഭക്ഷണം കൊടുത്ത ശേഷം കരീം ഫിറോസിനെ നൈമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സത്യത്തിൽ കരീം ഇതിനു മുമ്പ് പലതവണ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഫിറോസ് ആദ്യമായിട്ടായിരുന്നു വരുന്നത്. കരീം പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ ചെയർമാനാണ്. ഫിറോസ് നൈമയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടി. പക്ഷേ നൈമ വളരെയധികം ഇസ്ലാമിക ചിന്താഗതിയുള്ള ഇസ്ലാം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അവൾക്ക് ഒരു അന്യപുരുഷന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. അവൾ കൈകൂപ്പി അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ഫിറോസ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിന്റെ പേര് കേൾക്കുമ്പോഴും നിന്നെ കാണുമ്പോഴും പരിചയമുള്ള പോലെ തോന്നുന്നു. പിന്നാലെയുള്ള സംസാരത്തിലാണ് ഫിറോസിന് ഓർമ്മ വന്നത്. നെയ്മയും ഫിറോസും ഒരേ കോളേജിലാണ് പഠിച്ചത്. അവിടെ വെച്ച് ഫിറോസ് അവളെ കണ്ടിട്ടുണ്ട്. അത് മനസ്സിലായതും ഫിറോസ് സന്തോഷവാനായി. നെയ്മയ്ക്കും ഉള്ളിലൊരു സന്തോഷം തോന്നാതിരുന്നില്ല. പക്ഷെ അവൾ അതൊന്നും പ്രകടമാക്കിയില്ല. അവൾ പറഞ്ഞു, എനിക്ക് ജോലി തിരക്കുണ്ട്, ഞാൻ പൊക്കോട്ടെ. ഫിറോസ് ചോദിച്ചു, നിന്റെ നമ്പർ തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതല്ലേ, നമുക്ക് നമ്മുടെ ഈ കോണ്ടാക്ട് തുടരാമല്ലോ. കരീം ഇടപെട്ടു. തമാശ രൂപേണ നൈമയോട് പറഞ്ഞു, ഫിറോസ് നിന്നെ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുവാണെന്ന് തോന്നുന്നു. പക്ഷെ അത് കേട്ടതും നൈമ ഗൗരവത്തിലായി. അവൾ ഫിറോസിനോട് പറഞ്ഞു, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നമ്പർ നൽകാൻ എനിക്ക് സാധിക്കില്ല. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോന്നു. ഫിറോസ് അവളെ നോക്കി നിന്നു. അതെല്ലാം നൈമയുടെ അമ്മ റഹീമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഒന്നും മിണ്ടിയില്ല. അന്ന് സ്കൂളിലെ ജോലികളൊക്കെ ചേർന്നപ്പോൾ നൈമയും അമ്മയും വീട്ടിലേക്ക് മടങ്ങുകയാണ്. പോകുന്ന വഴിയിൽ നൈമ ഉമ്മയോട് പറഞ്ഞു, എന്റെ കോളേജ് ഫ്രണ്ട് നിഷി ഇപ്പോ ഒരു പ്രൊഫസറായി ജോലി നോക്കുക. അവളുടെ കോളേജിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പ്രൊഫസർ തസ്തികയിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ശമ്പളവുമുണ്ട്. റൈമ നൈമയോട് ചോദിച്ചു, നിനക്ക് ശരിക്കും അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുമോ? നീ ഇപ്പോ തന്നെ ഈ ഫൗണ്ടേഷനിൽ നിൽക്കുവല്ലേ? ഇതിനിടയില് എന്റെ കടയെ പോലും ശരിക്കും സഹായിക്കാൻ വേണ്ടി വരാൻ നിനക്ക് പറ്റുന്നില്ല. അപ്പോ പിന്നെ മറ്റൊരു കോളേജിലെ ജോലി എങ്ങനെ നീ കൈകാര്യം ചെയ്യും? അത് കേട്ടത് നൈമ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ സമയം മാനേജ് ചെയ്തോളാം. പക്ഷേ റൈമയാകട്ടെ നൈമയുടെ വാക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നൈമ പിന്നെയൊന്നും പറഞ്ഞതുമില്ല.
ഇരുവരും പിന്നീട് വീട്ടിലേക്കെത്തി. അകത്തേക്ക് കയറുമ്പോൾ ഇസ്ലാമിക ആചാരപ്രകാരം വീടിനകത്തേക്ക് അവർ സലാം പറഞ്ഞു. അകത്തുനിന്ന് സലാമിന്റെ മറുപടി വലൈക്കും സലാം എന്ന് കേട്ടു. അത് കേട്ടതും നൈമയുടെ മുഖത്തൊരു സന്തോഷം വിരിഞ്ഞു. കാരണം വീടിനകത്ത് ആരോ വന്നിട്ടുണ്ട്. ശബ്ദം കേട്ടിട്ട് വാപ്പയാണ്. പക്ഷേ റഹീമ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. തന്റെ ഭർത്താവിനെ കാണാൻ പോലും നിൽക്കാതെ അവർ നേരെ മുറിയിലേക്ക് പോയി. അതിൽ നിന്ന് തന്നെ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് വ്യക്തവുമാണ്. നൈമ ആവേശത്തോടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തോട് സലാം പറഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. അച്ഛൻ അവളുടെ ഉമ്മയെപ്പറ്റിയായിരുന്നു ചോദിച്ചത്. ഉമ്മ പഴയതുപോലെ തന്നെയാണെന്നും ഒരു മാറ്റവുമില്ലെന്നും ഇപ്പോഴും ചിക്കൻ നൂഡിൽസ് കടയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നതെന്നും അവൾ പറഞ്ഞു. പിന്നീട് കുറച്ച് സമയത്തിനു ശേഷം നൈമ ഒന്നൊരുങ്ങിയിരുന്നു. വാപ്പയുടെ കൂടെ പുറത്തു പോവാൻ അവൾ പദ്ധതിയിട്ടിട്ടുണ്ട്. വാപ്പയുടെ നിർബന്ധപ്രകാരം ഉമ്മയുടെ അടുത്തെത്തി. അവൾ പറഞ്ഞു, ഞാനും വാപ്പയും കൂടി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, ഉമ്മ കൂടി വരൂ. പക്ഷേ താൻ എങ്ങോട്ടുമില്ലെന്നായിരുന്നു റഹീമയുടെ മറുപടി. പുറത്തുനിന്ന് വാപ്പയും അത് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം നൈമയെ വിളിച്ചു പറഞ്ഞു, ശരി, വേറാരും വരണ്ട, നമ്മൾക്ക് മാത്രമങ്ങ് പോയേക്കാം. നൈമയ്ക്ക് വിഷമം തോന്നി. കാരണം സ്വന്തം മാതാപിതാക്കൾ തമ്മിലുള്ള ഈ അകലം കാണുന്നത് ഏതൊരു കുട്ടിക്കും പ്രയാസകരം തന്നെ. എന്നിരുന്നാലും അവൾ വാപ്പയ്ക്കൊപ്പം വന്ന് പുറത്തുപോയി. പുറത്ത് ചെറിയൊരു തട്ടുകടയിലിരുന്ന് ഭക്ഷണം കഴിക്കെ നൈമ വാപ്പയോട് ചോദിച്ചു, വാപ്പ, ഇവിടെ ജോലിയൊന്നും ശരിയായില്ലെങ്കിൽ ഞാൻ വാപ്പയുള്ള പട്ടണത്തിലേക്ക് വന്നോട്ടെ, എനിക്കിവിടെ വല്ലാത്തൊരു ഏകാന്തത അനുഭവപ്പെടുന്നു. വാപ്പ പറഞ്ഞു, ആ പട്ടണത്തിൽ വന്നിട്ട് നീ എന്ത് ചെയ്യാനാ? അവിടെ നല്ല ജോലിയും ശമ്പളമൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നൈമ പറഞ്ഞു, സത്യം പറഞ്ഞ എനിക്ക് ഉമ്മയുടെ അടുത്ത് നിന്ന് കുറച്ചൊന്നും മാറി നിൽക്കണം, എനിക്ക് പറ്റുന്നില്ല. അത് കേട്ട് വാപ്പ കുറച്ചുനേരം മിണ്ടാതിരുന്നു. ശേഷം വിഷയം മാറ്റി പറഞ്ഞു, നിന്റെ ജീവിതത്തിലേക്കൊരു പങ്കാളി വരുമ്പോ നിനക്ക് ഈ ഏകാന്തതയൊന്നും തോന്നില്ല. അപ്പോ നിന്റെ വാപ്പയെ പോലും മിസ് ചെയ്യാനേ പോകുന്നില്ല. നൈമക്ക് അത് കേട്ടതും വല്ലാതെ നാണം വന്നു. അവൾ നാണത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ്, അങ്ങനൊന്നുമില്ല, ഞാനെപ്പോഴും വാപ്പയുടെ കൂടെ തന്നെ ഉണ്ടാകും. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഫിറോസ് വന്നത്. നൈമയെയും കൂടെയിരിക്കുന്ന വ്യക്തിയെ കണ്ടതും ഫിറോസ് അവരുടെ അടുത്തേക്ക് വന്നു. സലാം പറഞ്ഞു. ഫിറോസിനെ പെട്ടെന്ന് കണ്ടപ്പോ നൈമ ഒന്ന് ഞെട്ടിയിരുന്നു. അവള് വല്ലാതായി. പിന്നാലെ അവൾ അച്ഛന് അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഫിറോസ് വിനയത്തോടെ നൈമയുടെ വാപ്പയെ പരിചയപ്പെട്ട് സംസാരിച്ചു. പിന്നാലെ ഫിറോസ് മടങ്ങി. ഫിറോസ് പോയപ്പോ നൈമയെ നോക്കിക്കൊണ്ട് ഫിറോസിനെയും നോക്കി അവളുടെ വാപ്പ പറഞ്ഞു, ഈ പയ്യൻ നല്ല സ്വഭാവമുള്ളവനാണെന്ന് തോന്നുന്നു. നിന്റെ ഈ ഏകാന്തത ഇല്ലാതാക്കാൻ ഒരുപക്ഷെ ഇവന് പറ്റിയേക്കും. നൈമക്ക് നാണം വന്നു. അവളൊന്നും പറഞ്ഞില്ല. അച്ഛനും മകളും തമ്മിലുള്ള ആ ബന്ധം അത്രയ്ക്കും ഊഷ്മളമായിരുന്നു. അവരോരോന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നൈമ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഫിറോസ് ഇടയ്ക്കിടെ വരാൻ ആരംഭിച്ചു. അതും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അയാൾ നൈമയോട് സംസാരിക്കാനും ശ്രമിക്കും. യാഥാർത്ഥ്യത്തിൽ ഫിറോസിന് നൈമയോട് പ്രണയം തോന്നിയിരുന്നു. നൈമക്കും അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും പുറത്തു കാണിക്കുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ നൈമയ്ക്കും ഫിറോസിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും പതിവായി വന്നു. എങ്കിലും അവർ പരസ്പരം ബഹുമാനിക്കുകയും മാന്യമായൊരു അകലം പാലിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിലെ ജോലി കഴിഞ്ഞപ്പോ ഒരുപാട് സമയം വൈകിയിരുന്നു. ഇനി എങ്ങനെ വീട്ടിൽ പോകും എന്ന് ചിന്തിച്ച് നൈമ ഒന്ന് കുഴങ്ങി നിന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫിറോസ് എത്തിച്ചേർന്നത്. താൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് അയാൾ പറഞ്ഞു. നൈമ സമ്മതിച്ചു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നൈമയുടെ വീടിന്റെ പുറത്തെത്തി. ഫിറോസ് നൈമയുടെ മാതാപിതാക്കളെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അച്ഛൻ ടൗണിലാണെന്നും അമ്മ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ടാകും എന്നും നൈമ പറഞ്ഞു. പക്ഷേ റഹീമ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ ഗേറ്റിന്റെ പുറത്തുനിന്ന് സംസാരിക്കുന്നത് ജനലിലൂടെ റഹീമ കണ്ടു. നൈമ അങ്ങനെ ഒരു ആൺകുട്ടിയുമായി സംസാരിച്ചു നിൽക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ ഉടനെ പുറത്തു വന്നു. നൈമയെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു. ഫിറോസ് അകത്തേക്ക് കടന്ന് റഹീമയെ കണ്ട് സംസാരിക്കാൻ നോക്കിയെങ്കിലും റഹീമ അവനെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. അമ്മയുടെ ഈ പെരുമാറ്റം കൊണ്ട് നൈമക്ക് വലിയ നാണക്കേട് തന്നെ തോന്നി. അവള് ഫിറോസിനോട് ക്ഷമ ചോദിച്ചു. ഫിറോസ് അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. വീടിനകത്തേക്ക് നൈമ കയറിയതും അവളുടെ അമ്മ അവളെ വഴക്ക് പറയാൻ തുടങ്ങിയിരുന്നു. ഈ രാത്രിയിൽ ഒരു ആൺകുട്ടിയുടെ കൂടെ വന്നത് കണ്ട നാട്ടുകാരെന്ത് വിചാരിക്കും? ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇതാണോ നിന്റെ നല്ല പ്രവൃത്തി? നൈമ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരാണിനെ സ്പർശിച്ചിട്ട് പോലുമില്ല. എപ്പോഴും ഇസ്ലാമികമായ രീതിയിൽ നല്ല രീതിയിലേ ജീവിച്ചിട്ടുള്ളൂ. ഉമ്മ ഒന്നും മനസ്സിലാക്കണം, എല്ലാ ആൺകുട്ടികളും മോശക്കാരല്ല. പക്ഷേ റഹീമയ്ക്ക് അതൊന്നും ചെവികൊള്ളാൻ പറ്റുമായിരുന്നില്ല. റഹീമ നൈമയെ വലിയ തോതിൽ വഴക്ക് പറഞ്ഞു. ഇനി മേലാൽ ആ പയ്യനെ കണ്ട് സംസാരിച്ചേക്കരുത് എന്നവർ കർശനമായി പറഞ്ഞു.
അടുത്ത ദിവസം നെയ്മ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയം അതുവഴി വന്ന ഫിറോസ് നെയ്മക്കടുത്തെത്തി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ തലേ ദിവസത്തെ കാര്യങ്ങൾ കൊണ്ട് നെയ്മ ഫിറോസിനെ അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഫിറോസിന് പക്ഷേ അത് മനസ്സിലായി. അയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ ഉമ്മ നിന്നെ നന്നായി വഴക്ക് പറഞ്ഞല്ലേ, അതല്ലേ നീ ഇപ്പൊ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ല, നിന്നോട് സംസാരിക്കാതിരിക്കാനും പറ്റില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നെയ്മ മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിലവൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖവും കണ്ണും അത് വിളിച്ചോതി. അത് കണ്ട് ഫിറോസിനും മനസ്സിലായി നെയ്മയ്ക്കും തന്നോട് ഇഷ്ടമുണ്ട്. ഫിറോസ് നെയ്മയോട് ചോദിച്ചു, എങ്കിൽ നമുക്ക് ഈ ബന്ധം അങ്ങ് ഉറപ്പിക്കാമോ? നെയ്മയ്ക്ക് നാണം വന്നു. അവൾ പതുങ്ങിയ ശബ്ദത്തിൽ ഉറപ്പിക്കാം എന്ന് സമ്മതിച്ചു. അത് കേട്ട ഫിറോസിന് വലിയ സന്തോഷം തന്നെ തോന്നിയിരുന്നു. ഇനി എങ്ങനെയെങ്കിലും നെയ്മയുടെ അമ്മയെ കല്യാണത്തിന് സമ്മതിപ്പിക്കണം. ഫിറോസ് ഉറപ്പിച്ചു. പിന്നൊരു അവസരം കിട്ടിയാൽ അവൻ റഹീമയുടെ അടുത്തെത്തും. ചിലപ്പോഴൊക്കെ സമ്മാനങ്ങളുമായി ചെന്നു, ചിലപ്പോൾ മറ്റ് കാരണങ്ങളുമായി. പക്ഷേ ഓരോരോ തവണയും റഹീമ ഫിറോസിനെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു ദിവസം ഫിറോസ് നെയ്മയെ തന്റെ അമ്മയെ പരിചയപ്പെടുത്താൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഫിറോസിന്റെ അമ്മ നെയ്മയെ കണ്ടെങ്കിലും സംസാരിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞങ്ങ് ഒഴിഞ്ഞുമാറി. ഫിറോസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കടുത്തെത്തി നെയ്മയോട് മാന്യമായി സംസാരിക്കാനും അവളെ ഇങ്ങനെ മാറ്റി നിർത്തല്ലേ എന്നും ഫിറോസ് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അവന്റെ അമ്മയ്ക്ക് അതിൽ തീരെ താല്പര്യമില്ലാത്ത പോലായിരുന്നു. ഫിറോസ് ഒടുവിൽ നെയ്മയ്ക്കടുത്തെത്തി അമ്മയുടെ ഈ പെരുമാറ്റത്തിന് അവളോട് ക്ഷമ ചോദിച്ചു. പിന്നീട് അവരിരുവരും നെയ്മയുടെ വീട്ടിലെത്തി. ഫിറോസ് റഹീമയോട് സംസാരിക്കാൻ ചെന്നപ്പോ റഹീമ ദേഷ്യത്തിൽ അവനെ തുറച്ചു നോക്കുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അവനോട് ഇറങ്ങിപ്പോവൂ എന്നലറുകയും ചെയ്തു. അത് കേട്ട് ഫിറോസ് ഏറെ സങ്കടത്തോടെയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും. തുടർന്ന് റഹീമ നെയ്മയെ വല്ലാതെ ശകാരിച്ചു. അവർ പറഞ്ഞു, എനിക്ക് ഈ ഫിറോസിനെ ഒട്ടും ഇഷ്ടമല്ല, നീ അവനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നീ എന്നെ അങ്ങ് മറന്നേക്ക്. ഇത് കേട്ട് നെയ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമാണ്, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഫിറോസ് മോശക്കാരനല്ല, പിന്നെ എന്തുകൊണ്ടാ ഉമ്മ ഇതിന് സമ്മതിക്കാത്തത്? പക്ഷേ റഹീമ മറുപടിയൊന്നും നൽകിയില്ല. അവർ ദേഷ്യത്തിൽ മുറിയിലേക്ക് കടന്നുപോയി. അടുത്ത ദിവസം നെയ്മ ഫിറോസിനെ കണ്ടു പറഞ്ഞു, എന്റെ ഉമ്മ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. അങ്ങനാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണം കഴിഞ്ഞാൽ ഉമ്മ ഈ ബന്ധം അംഗീകരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് നിന്റെ വാപ്പയോട് സംസാരിക്കാം. അദ്ദേഹം സമ്മതിച്ച നമുക്ക് വിവാഹം ചെയ്യാം. നെയ്മ അത് സമ്മതിച്ചു. ഫിറോസിനെ തന്റെ വാപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫിറോസും നെയ്മയുടെ വാപ്പയും മീറ്റ് ചെയ്തു. അവിടെ വെച്ചെല്ലാ കാര്യങ്ങളും നെയ്മയുടെ വാപ്പ റഫീഖിനോട് അവർ വിശദീകരിച്ചു. ഫിറോസിന് തന്റെ മകളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അവന്റെ പെരുമാറ്റത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും റഫീഖിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചെറുചിരിയോടെ പറഞ്ഞു, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. അദ്ദേഹം അതിനുശേഷം റഹീമയെ കോൾ ചെയ്തു. വിവാഹത്തിന്റെ കാര്യം സംസാരിച്ചു. പക്ഷേ റഹീമ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെയ്തത്. ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല, റഫീഖ് അതിശയത്തോട് ചോദിച്ചു. പക്ഷേ എന്തുകൊണ്ട്? റഹീമയുടെ കയ്യിൽ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. റഫീഖിനും അവളുടെ വാക്കുകളിൽ ദേഷ്യം തോന്നി. ദേഷ്യത്തിൽ റഫീഖും പറഞ്ഞു, ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ തടയാൻ നോക്ക്. കുറച്ച് നാളുകളങ്ങ് കടന്നുപോയി. റഫീഖ് നെയ്മയുടെയും ഫിറോസിന്റെയും വിവാഹം നടത്തി കൊടുത്തു. റഹീമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ വലിയ സന്തോഷത്തിലൊന്നുമായിരുന്നില്ല. മുഴുവൻ സമയവും മിണ്ടാതിരിക്കുകയായിരുന്നു. വിവാഹശേഷം നെയ്മയും ഫിറോസും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി. നെയ്മ അമ്മയ്ക്കടുത്തെത്തി ക്ഷമ പറഞ്ഞു. റഹീമ മകൾക്കടുക്കൽ അറിയിച്ചു, ഞാൻ ഈ വിവാഹത്തിനെതിരായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷേ ഉമ്മയുടെ മുഖഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഒരുമിച്ച് ഫോട്ടോ എടുത്തപ്പോഴും റഹീമയുടെ മുഖം വാടിയിരുന്നു. കഥ അവിടെ നിന്നും അവരുടെ ആദ്യ രാത്രിയിലേക്ക് നീങ്ങുന്നു. നെയ്മ ഫിറോസിനടുക്കൽ പറഞ്ഞു, ഉമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്ക് ഉമ്മയുടെ കൂടെ തന്നെ നിൽക്കണം. ഈ വീട്ടിൽ നിൽക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീട് നോക്കാം. ഫിറോസ് പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിന്നെയും ഉമ്മയും നോക്കിക്കൊള്ളാമെന്ന് വാപ്പയ്ക്ക് ഞാൻ വാക്കുകൊടുത്തതാണ്. റഹീമ ഇപ്പോ എന്റെയും കൂടി ഉമ്മയല്ലേ? അവന്റെ മറുപടി അവളെയും ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. ആദ്യ രാത്രിയാണല്ലോ. ഇരുവരും ഓരോന്ന് സംസാരിച്ച് ചിരിച്ചു കളിച്ചു, പരസ്പരം സന്തോഷം പങ്കിട്ടു. പക്ഷേ അവരുടെ ചിരികളികളും സന്തോഷം പങ്കിടലിന്റെയും ആദ്യ രാത്രിയുടെ ആഘോഷത്തിന്റെയും ശബ്ദങ്ങളും റഹീമയുടെ കാതുകളിലേക്കെത്തി. അവരെ അത് വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദവീചികൾ സഹിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ തന്റെ ചെവികൾ പൊത്തിപ്പിടിച്ചു. അടുത്ത ദിവസം പുലർച്ചെയായി. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഫിറോസ് നെയ്മയുടെ നെറ്റിയിൽ ചുംബിച്ചു. അവളെ കെട്ടിപ്പിടിച്ചു. അവളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ ജോലിക്കായി ഇറങ്ങി. ദൂരെ നിന്ന് റഹീം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഫിറോസ് തന്റെ ജോലി സ്ഥലത്തേക്കെത്തി. അവിടെ സീമ എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തിൽ സീമ ഫിറോസിന്റെ മുൻകാമുകിയാണ്. ഫിറോസിന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞതോടെ അവള് വീണ്ടും അവനിൽ
ഫോണിലേക്ക് അടുക്കാനും ഫ്ലേട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിറോസ് അവളെ പൂർണ്ണമായും അവഗണിച്ചു. ലഞ്ചിന് വേണ്ടി നെയ്മ അവിടെ എത്തിയപ്പോൾ സീമ അവന്റെ അടുക്കൽ സ്വാതന്ത്ര്യമെടുത്ത് നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അവൾ കണ്ടു. അവൾക്കത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നീട് നൈമ ഫിറോസുമായി സംസാരിച്ചു. ആ സമയം പറഞ്ഞു, സീമ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു, അതെനിക്കറിയാം. പക്ഷെ അവളിന്ന് ഒരകലം പാലിക്കുന്നതായിരിക്കും നല്ലത്. ഫിറോസിന്റെ ഉള്ളിൽ അവൾ അങ്ങനെ അടുത്തിടപഴകുമ്പോ പഴയ വികാരങ്ങൾ വീണ്ടും ഉടലെടുക്കുമോ എന്ന് നൈമ ഭയപ്പെട്ടിരുന്നു. നൈമയുടെ ഈ കരുതലും പൊസസീവ്നെസ്സും ഒക്കെ കണ്ട് ഫിറോസ് പുഞ്ചിരിയോടെ പറഞ്ഞു, നിന്റെ ഈ പൊസസീവ്നെസ് ഒക്കെ എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ അവിടെ നിന്ന് ന്യൂഡിൽസ് കഴിക്കാനായിരുന്നു പോയത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നൈമയ്ക്ക് പെട്ടെന്നൊരു ആശയം തോന്നി. അവള് പറഞ്ഞു, നിങ്ങൾക്കറിയോ എന്റെ ഉമ്മ ഇതിലും രുചികരമായി ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കും. ഉമ്മ ഇപ്പോ ഒരു ചെറിയ കടയിലാ ഇതൊക്കെ വിൽക്കുന്നത്. നമ്മൾ ഉമ്മയ്ക്ക് വേണ്ടി നല്ലൊരു റെസ്റ്റോറന്റ് തുറന്നു കൊടുക്കുവാണെങ്കിൽ ഉമ്മയ്ക്കത് വലിയ സന്തോഷമാകും. കൂട്ടത്തിൽ നല്ലൊരു വരുമാനവും കിട്ടും. ഫിറോസ് തലകുലുക്കി. പിന്നാലെ നൈമ പറഞ്ഞു, ഹജ്ജിന് പോവാൻ നമ്മൾ കുറച്ച് പണം കൂട്ടിവെച്ചിട്ടുണ്ടല്ലോ, ആ പണം ഇപ്പോൾ ഉപയോഗിച്ചാലോ? ആ ആശയവും ഫിറോസിന് വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ചേർന്ന് അന്ന് റഹീമയെ കണ്ടു. ആ കാര്യം സംസാരിച്ചു. റഹീമ പുറമെ വലിയ ആവേശമൊന്നും കാണിച്ചില്ല. എന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവർ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഫിറോസും നെയ്മയും അവരുടെ ജോലിക്കിടയിലും സമയം കണ്ടെത്തി വളരെയധികം ആവേശത്തോടെ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള കാര്യങ്ങളുമായി മുമ്പോട്ടേക്ക് പോയി. കുറച്ചു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം റെസ്റ്റോറന്റിന്റെ എല്ലാ പണികളും പൂർത്തിയായി. റഹീമയെ കൊണ്ട് തന്നെ അവർ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനവും നടത്തിച്ചു. റഹീം ഉണ്ടാക്കിയ ചിക്കൻ നൂഡിൽസ് അതീവ രുചികരമായിരുന്നു. റെസ്റ്റോറന്റ് തുടങ്ങിയതോടെ എല്ലാ ദിവസവും ഉപഭോക്താക്കളുടെ വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ അങ്ങനങ്ങ് കടന്നുപോയി. ഒരു ദിവസം നൈമയും ഫിറോസും റഹീമയും റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നു. നൈമയ്ക്കന്ന് വീട്ടിൽ കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ പറഞ്ഞു, ഞാനിന്ന് നേരത്തെ വീട്ടിലേക്ക് പോകും. ഉമ്മയോട് അത് പറഞ്ഞ ശേഷം ഫിറോസിനടുക്കിലെത്തി തന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ അവൾ ആവശ്യപ്പെട്ടു. പിന്നാലെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഉമ്മയുടെ ജോലി കഴിയുമ്പോ ഉമ്മയെയും കൊണ്ടുവരണം കേട്ടോ. പുറപ്പെടുന്നതിന് മുമ്പ് അവൾ പോയി ഉമ്മയുടെ കയ്യിൽ ചുംബിച്ച് യാത്ര പറഞ്ഞു. ഫിറോസും റഹീമയുടെ അടുത്തെത്തി. ബഹുമാനപൂർവ്വം റഹീമയുടെ കയ്യിൽ ചുംബിച്ചു. പക്ഷെ ഫിറോസ് ചുംബിച്ചപ്പോ റഹീമയ്ക്ക് വിചിത്രമായ ഒരു ഫീലിംഗ്സ് തോന്നി. ഫിറോസ് റഹീമയോടും യാത്ര പറഞ്ഞ് നൈമയെ വീട്ടിലാക്കാൻ പോയി. കുറച്ചു സമയത്തിന് ശേഷം റഹീമയെ കൂട്ടിക്കൊണ്ടുപോവാൻ അവൻ വന്നു. ബൈക്കിലായിരുന്നു അവർ വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴിയിൽ കുണ്ടും കുഴിയുമൊക്കെയുണ്ട്. വീഴാതിരിക്കാൻ റഹീമ ഫിറോസിനെ കൈകൊണ്ട് മുറുകെ പിടിച്ചു. അവരുടെ ശരീരങ്ങൾ അടുത്തിരുന്നു. അതും റഹീമയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഫീലിംഗ്സ് ഉണർത്തി. യാത്രയ്ക്കൊടുവിൽ അവർ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. വീട്ടിലെത്തിയ ഉടനെ റഹീമ മുറിയിലേക്ക് ചെന്നു. ഡ്രോയറിൽ ഫിറോസ് സമ്മാനിച്ച കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹ സമയത്ത് ഗിഫ്റ്റ് കൊടുത്തതാണ്. അതിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക് എടുത്തു. അവർ ഇതുവരെ അത് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ അന്നെന്തോ അത് ഉപയോഗിക്കാൻ അവർക്ക് തോന്നി. റഹീമ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിലിരുന്ന് സാവധാനം ലിപ്സ്റ്റിക് ഇട്ടു. കണ്ണാടിയിൽ തന്റെ മുഖം നോക്കിക്കണ്ടു. തനിക്കെന്തോ വല്ലാത്തൊരു ഭംഗിയുള്ള പോലെ അവർക്ക് തോന്നി. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത ദിവസം റഹീമ അതേ ലിപ്സ്റ്റിക് ഇട്ടായിരുന്നു റെസ്റ്റോറന്റിൽ പോയത്. അവിടെ വെച്ച് ഫിറോസ് അത് ശ്രദ്ധിച്ചു. താൻ നൽകിയ ലിപ്സ്റ്റിക് ആണ് അവർ ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതും അവർ റഹീമയോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ ഇന്നൊരുപാട് സുന്ദരിയായിട്ടുണ്ടല്ലോ. റഹീമയ്ക്കതും വല്ലാത്തൊരു സന്തോഷം നൽകിയിരുന്നു. അന്ന് ഫിറോസ് തന്റെ ഓഫീസിലെ സുഹൃത്തുക്കളെയും റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ സീമയും ഉണ്ടായിരുന്നു. സീമ ഫിറോസിന്റെ അടുത്തായിരുന്നു ഇരുന്നിരുന്നത്. സീമ ഫിറോസിനടുക്കൽ ഫ്ലർട്ട് ചെയ്യുന്നത് റഹീമ ശ്രദ്ധിക്കുകയും ചെയ്തു. രാത്രിയിൽ നൈമ അക്കാര്യം റഹീമയിൽ നിന്നറിഞ്ഞു. അത് നൈമയെ വല്ലാതാക്കി. അവളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടു. രാത്രി കിടന്നതിനു ശേഷം നൈമയ്ക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ഉറങ്ങാതെ അവൾ ഫിറോസിന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു. ഫോൺ നോക്കുമ്പോ സീമ മെസ്സേജിലൂടെയും ഫിറോസിനോട് ഫ്ലേട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഫിറോസ് ആകട്ടെ അതിന് മറുപടിയൊന്നും കൊടുക്കുന്നുമില്ല. ഇടയ്ക്ക് ഫിറോസ് ഉറക്കം ഞെട്ടി. അവൻ നോക്കുമ്പോ നൈമ തന്റെ ഫോൺ പരിശോധിക്കുകയാണ്. അവൻ അവളോട് ചോദിച്ചു, എന്താ നിനക്കെന്നെ സംശയമുണ്ടോ? അവൾ പറഞ്ഞു, ഇന്ന് റെസ്റ്റോറന്റിൽ വെച്ചുണ്ടായതൊക്കെ ഉമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് മനസ്സില് ഒരു വല്ലായ്മ തോന്നി. അതുകൊണ്ടാ ഞാൻ ഫോണൊക്കെ നോക്കിയത്. ഫിറോസ് അവളെ സമാധാനിപ്പിച്ചു. താനും സീമയും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധവുമില്ലെന്നും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞത് തന്നെയാണെന്നും സീമ ഇപ്പോ എന്റെ അടുക്കൽ ഫ്ലേട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അവളെ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും എനിക്ക് അവൾക്ക് മേലൊരു താല്പര്യവുമില്ലെന്നും അവൻ എടുത്തു പറഞ്ഞു. പിന്നാലെ നൈമ ഉറങ്ങാൻ കിടന്നു. നൈമ ഉറങ്ങിയിട്ടും അവളുടെ മനസ്സിലെ സംശയങ്ങൾ ആലോചിച്ച് ഫിറോസിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല.
അവൻ കുറച്ചുനേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ കുറച്ചുനേരം TV കണ്ടാലോ എന്ന് ചിന്തിച്ച് എഴുന്നേറ്റ് നേരെ ഹാളിലേക്ക് ചെന്നു. അവനെത്തുമ്പോ റഹീമ നേരത്തെ തന്നെ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്. ഫിറോസ് അവരുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് റെസ്റ്റോറന്റിൽ നടന്ന കാര്യം കണ്ടപ്പോ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാകും. പക്ഷേ സത്യം എന്താന്ന് വെച്ചാ സീമയുമായി എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ നിങ്ങളുടെ മകളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. റഹീമ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം നെയ്മ ഫിറോസിന്റെ സുഹൃത്ത് കരീമിനെ കണ്ടു. ഫിറോസും സീമയും തമ്മിൽ ഓഫീസിൽ എങ്ങനെയാണെന്നും അവരുടെ ബന്ധം എങ്ങനെയാണെന്നും അവൾ ചോദിച്ചു. ഫിറോസ് തന്നെയാണോ സീമയ്ക്ക് ഓഫീസിൽ ജോലി കൊടുത്തത് എന്നും അവൾ തിരക്കി. കരീം അതേയെന്ന് മറുപടി പറഞ്ഞു. പക്ഷെ കൂട്ടത്തിൽ ഫിറോസ് മറ്റേതൊരു ജീവനക്കാരനോടും പെരുമാറുന്ന പോലെയേ അവളോടും പെരുമാറാറുള്ളൂ എന്നും വ്യക്തമാക്കി. പക്ഷേ നെയ്മയ്ക്കെന്തോ സമാധാനം തോന്നുന്നുണ്ടായിരുന്നില്ല. അന്ന് രാത്രി വൈകിയും ഫിറോസ് വീട്ടിലെത്തിയിരുന്നില്ല. നെയ്മ പരിഭ്രമത്തോടെ അവനെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഫിറോസ് വീട്ടിലെത്തിയപ്പോ നെയ്മ അവനോട് ശരിക്ക് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. എന്താ സംഭവിച്ചത് എന്നവനാണെങ്കിൽ മനസ്സിലാവുന്നുമില്ല. അവൻ മിണ്ടാതെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോ റഹീമയും വാഷ്റൂമിൽ പോവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് കടന്നപ്പോ ഇരുവരുടെയും ശരീരം പരസ്പരം മുട്ടി. ഫിറോസ് കടന്നു പോന്നു. റഹീമയ്ക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി. പിന്നീട് ഫിറോസ് ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് ചെന്നു. നെയ്മയാണെങ്കിൽ അവിടെ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. സീമയ്ക്ക് ഓഫീസിൽ ജോലി നൽകിയത് ഫിറോസ് ആണെന്ന് കരീമിൽ നിന്ന് അവൾ അറിഞ്ഞിരുന്നല്ലോ. അതായിരുന്നു ആ ദേഷ്യത്തിന്റെ കാരണം. പോരാത്തതിന് ഇന്നാണെങ്കിൽ ഫിറോസ് വീട്ടിലെത്താനും വൈകി. നെയ്മ അക്കാര്യം ഫിറോസിനോട് തുറന്നു പറഞ്ഞു. അവളുടെ ഉള്ളിലെ സംശയങ്ങളും വിശ്വാസമില്ലായ്മയും ഒക്കെ കണ്ടപ്പോ ഫിറോസിന് വല്ലാത്ത സങ്കടം തോന്നി. വഴിയിൽ ബൈക്ക് കേടായെന്നും അത് തള്ളിക്കൊണ്ടുവന്നതുകൊണ്ടാ വൈകിയത് എന്നും അവൻ പറഞ്ഞു. അതവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കൂട്ടത്തിൽ ഞാൻ സീമയ്ക്ക് മാത്രമല്ല ഓഫീസിലെ പലർക്കും ജോലി നൽകിയിട്ടുണ്ട്. അതിനർത്ഥം എനിക്കെല്ലാവരുമായി ബന്ധമുണ്ടെന്നാണോ എന്നും നിസ്സഹായതയോടെ അവൻ ചോദിച്ചു. പക്ഷേ നെയ്മ ഒന്നും അങ്ങ് ചെവികൊള്ളുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഏറെ ദുഃഖം തോന്നി ഫിറോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. സോഫയിൽ കിടന്ന് ഓരോന്നാലോചിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് റഹീമ കടന്നു വന്നത്. ഫിറോസ് വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ റഹീമ ചോദിച്ചു, എന്തുപറ്റി? ഫിറോസ് ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. പക്ഷേ റഹീമ പലതവണ തുടർന്ന് ചോദിച്ചപ്പോ ഫിറോസുള്ള കാര്യങ്ങൾ പറഞ്ഞു. നെയ്മ തന്നെ എപ്പോഴും തെറ്റിദ്ധരിക്കുകയാണെന്നും കാര്യങ്ങൾ പറഞ്ഞ അവളെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് തനിക്കറിയില്ലെന്നും നിസ്സഹായതയിൽ അവൻ പറഞ്ഞു. ഫിറോസ് വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. റഹീമ അവന് ചുമയ്ക്കുള്ള മരുന്നെടുത്തു കൊടുത്തു. അപ്പോഴാണ് വല്ലാത്ത കഴുത്തുവേദനയെന്നും കഴുത്തിൽ പുരട്ടാൻ വല്ല ബാമുണ്ടോ എന്നും അവൻ ചോദിക്കുന്നത്. റഹീമ ബാം എടുത്തുകൊണ്ടുവന്നു. പക്ഷേ ബാം പുരട്ടാൻ നൈമയെ വിളിക്കാമെന്നായിരുന്നു അവൾ ആദ്യം കരുതിയത്. പക്ഷെ അവൾ ദേഷ്യത്തിലാണ്. വെറുതെ ഇരുവരെയും ബുദ്ധിമുട്ടിക്കണ്ട, അതുകൊണ്ട് ബാം പുരട്ടിക്കൊടുക്കാം എന്ന് റഹീമ കരുതി. ഫിറോസിനൊരു വല്ലായ്മ തോന്നിയെങ്കിലും ഉമ്മയാണല്ലോ എന്ന് കരുതി അവൻ ഷർട്ട് അഴിച്ചു. റഹീമ ഫിറോസിന്റെ പുറത്ത് ബാം പുരട്ടി മസാജ് ചെയ്തു കൊടുത്തു. മസാജ് ചെയ്യുമ്പോ ഫിറോസിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. പക്ഷേ മറ്റൊരു ഫീലിംഗും ഫിറോസിന്റെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ റഹീമയുടെ കൈ അവന്റെ മുഖത്തെത്തിയപ്പോ ആ കൈകളിലെ സുഗന്ധം അവൻ ആസ്വദിക്കാൻ ആരംഭിച്ചു. അത് കണ്ടപ്പോ റഹീമ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഫിറോസ് ഒരു ചമ്മലോടെ വല്ലാതായി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം റഹീമ റെസ്റ്റോറന്റിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പുറത്തു നല്ല മഴയുണ്ട്. അപ്പോഴാണ് റഹീമയെ കൂട്ടാൻ വേണ്ടി മഴ നനഞ്ഞ് ഫിറോസ് ബൈക്കിൽ വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തിയത്. റഹീമ ഫിറോസിന് തോർത്തെടുത്തു കൊടുത്തു. ഫിറോസിന്റെ മുഖം ദുഃഖത്തിലുള്ളത് റഹീമ ശ്രദ്ധിച്ചിരുന്നു. എന്താ സംഭവിച്ചത്? ഫിറോസിനടുക്കൽ അവർ ചോദിച്ചു. വേദനയോടെ ദുഃഖത്തിലാണ്ട് റഹീമയുടെ കൈപിടിച്ച് ഫിറോസ് പറഞ്ഞു, നൈമ ഇപ്പോഴും എന്നെ സംശയിച്ചുകൊണ്ടേയിരിക്കുവാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞിട്ടും അവൾക്കെന്നെ വിശ്വാസമാവുന്നില്ല. റഹീമ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നൈമ അല്പം കുട്ടിക്കളിയുള്ള ചെറിയ പെണ്ണാണ്. നീ ഇതൊന്നും കാര്യമാക്കിയെടുക്കണ്ട. അവൾ ഓക്കെയാകും. അവൾക്ക് നിന്നെ വിശ്വാസമാകും. നീ നോക്കിക്കോ, കുറച്ച് സമയമെടുക്കുമെന്നേയുള്ളൂ. അത് കേട്ടതും ഒരാശ്വാസത്തിൽ ഫിറോസ് അവരുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളെപ്പോലെ ഇത്രയും വിവേകമുള്ള സ്ത്രീകളെയാ ഒരുപാടിഷ്ടം. ഫിറോസ് ആ ഒരു നിമിഷത്തിൽ റഹീമയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവരുടെ അരികിലേക്കെത്തി. റഹീമ തന്റെ കണ്ണുകൾ അടച്ചു. പിന്നീട് അവിടെ സംഭവിച്ചത് ഏറെ അവിശ്വസനീയമായതും അങ്ങേയറ്റം ഞെട്ടിക്കുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു. അവർ തമ്മിൽ അവിടെ ഒരു ചുംബനം സംഭവിച്ചു. ഇരുവരും അതൊരുപാട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന പോലെ റഹീമ ഫിറോസിനെ തള്ളിമാറ്റി. ഫിറോസിനും പെട്ടെന്നായിരുന്നു ഒരു ഞെട്ടൽ രൂപപ്പെട്ടത്. വലിയൊരു ഭയത്തോടെ റഹീമയ്ക്കടുക്കൽ അവൻ തുടർച്ചയായി ക്ഷമാപണം നടത്തി. റഹീമ വല്ലാതിരിക്കുകയാണ്. ഫിറോസ് വേഗത്തിൽ പുറത്തേക്കിറങ്ങി. മഴ പോലും കാര്യമാക്കാതെ വേഗത്തിൽ അവിടെ നിന്ന് പോയി.
ഫിറോസ് നേരെ പോയത് തന്റെ വീട്ടിലേക്കായിരുന്നു. അവൻ നെയ്മയുടെ അടുത്തെത്തി നെയ്മയുടെ കാൽക്കൽ വീണ് അവളോടായി പറയാൻ തുടങ്ങി, നീ കരുതും പോലെയല്ല, എനിക്ക് സീമയോട് ഒരിക്കലും മോശമായ വികാരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ എന്റെ പാസ്റ്റിൽ അവസാനിച്ചതുമാണ്. ഞാൻ പണ്ട് നല്ലൊരു മനുഷ്യനൊന്നുമായിരുന്നില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റി. കാരണം ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. വളരെയധികം ആത്മാർത്ഥമായിട്ടെന്ന പോലായിരുന്നു ഫിറോസ് അത് പറഞ്ഞത്. നെയ്മയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. അവന്റെ ആ വാക്കുകളും കരച്ചിലും അവളുടെ മനസ്സിനെ ആഴത്തിൽ തൊട്ടു. അവൾക്ക് അവനെ സംശയിച്ചതിന്റെ പേരിൽ വലിയ വിഷമം പോലും തോന്നി. പക്ഷേ റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും തന്നെ ഫിറോസ് അപ്പോൾ നെയ്മയോട് പറഞ്ഞിരുന്നില്ല. നെയ്മ ഫിറോസിന് എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അതിനുകൂടി അവന് മാപ്പ് കൊടുത്തു. ഇനി മുതൽ താൻ അവനെ സംശയിക്കില്ല എന്നവനോട് പ്രോമിസ് ചെയ്തു. അടുത്ത ദിവസം രാവിലെ നെയ്മ ഫിറോസിന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്ത് ഫിറോസിനായി പുതിയൊരു സ്കൂട്ടർ സർപ്രൈസായി അവൾ വാങ്ങിവെച്ചിരുന്നു. അതവന് സർപ്രൈസായി കൊടുത്തപ്പോ ഫിറോസ് അത്രയധികം സന്തോഷിച്ചു. നെയ്മയെ കെട്ടിപ്പിടിക്കുകയും അവളെ പൊക്കി ഉയർത്തുകയും ചെയ്തു. അവൾക്കായി മറ്റൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞവൻ അക്കാര്യം അവളോട് വെളിപ്പെടുത്തി. അത് മറ്റൊന്നുമായിരുന്നില്ല, അവർ ഹണിമൂണിനായി ബാലിയിൽ പോകുന്നു. അധികം വൈകിയില്ല. ഇരുവരും ഒന്നിച്ച് ബാലിയിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾ സന്തോഷത്തോടെ ഇരുവരും അവിടെ ചിലവഴിച്ചു. തമാശകളും ചിരിയും കളിയും മാത്രം നിറഞ്ഞ കുറച്ചു ദിവസങ്ങൾ. ഇതിനിടയിൽ ഒരു ദിവസം അവരവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിരുന്നു. ഫിറോസ് അപ്പോഴാണ് ചില ലോഷനുകൾ നോക്കിയത്. അതിലൊരു ലോഷൻ എടുത്തപ്പോൾ അതിന്റെ മണം മുമ്പ് റഹീമയുടെ കൈമണത്തപ്പോൾ അവന് കിട്ടിയ അതേ ഗന്ധമായിരുന്നു. അത് മണത്തതും അവൻ വല്ലാത്തൊരു അനുഭൂതിയിലാണ്ടു. മറുഭാഗത്ത് റഹീമയാകട്ടെ ഫിറോസിന്റെ വസ്ത്രങ്ങൾ വീട്ടിൽ ഇസ്തിരിയിടുകയായിരുന്നു. ഇസ്തിരിയിടുന്നതിനിടയിൽ പെട്ടെന്നവർക്ക് എന്തോ തോന്നി. ഫിറോസിന്റെ ഷർട്ടെടുത്ത് അതിന്റെ ഗന്ധം അവരൊന്ന് ആസ്വദിച്ചു. നൈമയുടെ അച്ഛൻ റഫീഖ് അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ആ കാഴ്ച നോക്കിക്കണ്ടു. പക്ഷേ ഒന്നും തന്നെ മിണ്ടിയില്ല. അടുത്തൊരു ദിവസം രാത്രിയിൽ ഫിറോസിനൊപ്പം ഒന്നാവാനും രാത്രിയിൽ ഒന്നിച്ച് കിടക്ക പങ്കിടാനും വേണ്ടി നൈമ അടുത്തേക്ക് ചെന്നു. ഫിറോസും അവളുടെ അരികിലേക്ക് ചെന്നു. അവളെ ചേർത്തു പിടിച്ചു. പക്ഷേ അവൻ അവളെ സ്പർശിക്കുമ്പോഴൊക്കെയും നെയ്മക്ക് പകരം അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് റഹീമയുടെ മുഖവും അവരുടെ രൂപവുമായിരുന്നു. ഫിറോസിന് ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഓർമ്മകൾ അവന് വല്ലാത്തൊരു അനുഭൂതി കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ വല്ലാത്തൊരു ഭയവും അവനെ പിടികൂടി. തന്റെ ഈ തോന്നൽ നെയ്മ അറിഞ്ഞാലോ? അവൻ പെട്ടെന്ന് നെയ്മയിൽ നിന്ന് പിന്മാറി. നെയ്മയും ഇതെന്താണെന്ന് ചിന്തിച്ചെങ്കിലും പിന്നീട് ഫിറോസിന് സുഖമില്ലായിരിക്കും എന്ന് കരുതി സ്വയം ആശ്വസിച്ചു. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് ഫിറോസും നെയ്മയും വീട്ടിലേക്കെത്തി. റഫീഖാകട്ടെ അവധി കഴിഞ്ഞെന്നും ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. റഫീഖിന്റെ ബാഗ് എടുക്കാൻ ഫിറോസ് വീടിനകത്തേക്ക് കടന്നു. അകത്ത് ചെല്ലുമ്പോൾ റഹീമ അവിടെ നിൽക്കുന്നുണ്ട്. റഹീമക്ക് അടുത്തേക്ക് ചെല്ലാൻ അവൻ ശ്രമിച്ചു. പക്ഷേ റഹീമ അവനെ അവഗണിക്കുകയായിരുന്നു. അവനോടൊന്ന് സംസാരിക്കാൻ പോലും അവർ കൂട്ടാക്കുന്നില്ല. അവൻ സംസാരിച്ചെങ്കിലും റഹീമ മറുപടി പോലും പറഞ്ഞില്ല. ഒടുവിൽ ബാഗുമായി ഫിറോസ് റഫീഖിന്റെ അടുത്തെത്തി. റഫീഖിന് ബാഗ് കൈമാറി. റഫീഖ് അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ മകൾ എന്റെ ജീവനാണ്. അവളെപ്പോഴും നന്നായി നോക്കണം. അവളുടെ വിശ്വാസം ഒരിക്കലും നീ തകർത്തേക്കരുത്. വാപ്പ വിഷമിക്കണ്ട. ഞാൻ എപ്പോഴും നെയ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം. ഫിറോസ് മറുപടി പറഞ്ഞു. തുടർന്ന് റഫീഖ് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അടുത്ത ദിവസം റഹീമ റെസ്റ്റോറന്റിൽ ജോലി നോക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കൂർ റെസ്റ്റോറന്റ് അടച്ച് അവർ റെസ്റ്റ് എടുക്കാറുണ്ട്. അന്ന് ആ സമയത്ത് ഫിറോസ് അങ്ങോട്ടേക്കെത്തി. കാരണം ആ നേരം റഹീം അവിടെ തനിച്ചായിരിക്കും എന്ന് ഫിറോസിന് അറിയാമായിരുന്നു. അവിടെത്തിയ ഫിറോസ് വാതിലടച്ച് റഹീമയുടെ അടുത്തേക്കെത്തി. പിന്നാലെ ചോദിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? റഹീമ ഒന്നും മിണ്ടിയില്ല. അവൻ ചോദ്യം ആവർത്തിച്ചു. കാരണം അവനും റഹീമയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിലെ വികാരങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ കുഴങ്ങിയിരിക്കുകയാണ്. റഹീമ അപ്പോൾ വ്യക്തമായി പറഞ്ഞു, ഞാൻ നിന്നെ ഒരു മകനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും നീ ചിന്തിക്കണ്ട. പക്ഷേ ഫിറോസ് അവരെയും വലിച്ച് അകത്തൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ആ വാതില് പൂട്ടി. അവൻ അവളുടെ അടുത്തേക്കെത്തി. അവരുമായി ഇന്റിമേറ്റ് ആവാൻ ശ്രമിച്ചു. റഹീമയും അവനെ തടയുന്നുണ്ടായിരുന്നില്ല. അവർക്കിടയിൽ ആ സമയം പിശാച് പൂർണ്ണമായും കടന്നുകയറി കഴിഞ്ഞിരുന്നു. ഏറെ നിഷിദ്ധമായതൊന്ന് അവർക്കിടയിൽ സംഭവിച്ചു. ആ സമയത്താണ് നെയ്മയുടെ അമ്മായി അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരും ആ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. റെസ്റ്റോറന്റ് കാലിയായി കിടക്കുന്നത് കണ്ടപ്പോ അവർ റഹീമയെ തിരയാൻ ആരംഭിച്ചു. ആ മുറിയുടെ അടുത്തെത്തിയപ്പോ ഉള്ളിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. കുറച്ചു കഴിഞ്ഞ് റഹീമ കിതച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നു വന്നു. വാതിലിൽ മുട്ടുകേട്ടായിരുന്നു അവർ വന്നത്. എന്താ എന്ന മട്ടിൽ അമ്മായി ചോദിച്ചതും റഹീമ പറഞ്ഞു, ആ മുറിക്കകത്ത് എലിയുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച ഞാൻ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കിയത്. ഫിറോസ് പെട്ടെന്ന് ആ മുറിക്കകത്ത് നിന്നൊരു എലിയെ പിടിച്ച് നേരെ പുറത്തേക്ക് വന്നു. ദാ ഈ എലിയ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് അവൻ മുമ്പോട്ടേക്ക് പോയി. അവർ ഒന്ന് ചെലിയെ പിടിക്കുകയായിരുന്നിരിക്കണം എന്നായിരുന്നു ആന്റിയും ചിന്തിച്ചത്. പിടിക്കപ്പെടാതെ അന്നവർ രക്ഷപ്പെട്ടു.
പക്ഷേ അവർക്കിടയിലെ തെറ്റുകൾ വളരാൻ തുടങ്ങുകയായിരുന്നു. രാത്രിയിൽ ഫിറോസ് പിൻവാതിലിലൂടെ റഹീമയുടെ മുറിയിൽ കടന്നു. റഹീമയ്ക്കടുത്തെത്തി മോശമായ അർത്ഥത്തിൽ തന്നെ അവൻ പറഞ്ഞു, ഞാനിപ്പോഴും ഔട്ടായിട്ടില്ല, നിന്റെ ഫീൽഡിംഗ് ബാക്കിയുണ്ട്. റഹീമ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഫിറോസ് അടുത്തു വരുമ്പോഴേക്കും റഹീമ അവനിലേക്കടുത്തു. അവര് വീണ്ടും ആ തെറ്റായ ബന്ധം തുടർന്നു. തൊട്ടടുത്ത മുറിയിൽ നൈമ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മയുടെ മുറിയിൽ ശബ്ദം കേട്ട് അവൾ പെട്ടെന്നുണർന്നു. റഹീമയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വല്ല അസുഖമാണോ എന്ന് ചിന്തിച്ച് അത് നോക്കാൻ അവൾ അങ്ങോട്ടേക്കെത്തി. വാതിലിൽ മുട്ടി. അവൾ വാതിൽ തുറന്നപ്പോഴേക്കും ഫിറോസ് അവിടെ നിന്ന് ഓടിയൊളിച്ചിരുന്നു. എഴുന്നേറ്റിരുന്ന റഹീമയാണ് അവൾ കണ്ടത്. എന്താ എന്ന മട്ടിൽ അവൾ ചോദിച്ചു. റഹീമ പറഞ്ഞു, ഞാനൊരു പേടി സ്വപ്നം കണ്ടു, ഇപ്പോ കുഴപ്പമൊന്നുമില്ല. നൈമ അത് വിശ്വസിച്ച് സ്വന്തം മുറിയിലേക്ക് മടങ്ങി. അന്നു മുതൽ ഫിറോസും റഹീമയും ആ അവിശുദ്ധ ബന്ധം ആരംഭിച്ചു. അവസരം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നൈമ വീട്ടിലില്ലാത്തപ്പോഴൊക്കെയും അവരാ നിഷിദ്ധ ബന്ധം തുടർന്നു. ഒരമ്മ സ്വന്തം മകളെ വഞ്ചിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. പാവം നൈമയ്ക്കാകട്ടെ അതൊന്നും അറിയാനും സാധിച്ചിരുന്നില്ല. പിന്നീട് ഒരു ദിവസം ഫിറോസും റഹീമയും നൈമയുടെ മുറിയിൽ വെച്ച് അവിശുദ്ധ ബന്ധം തുടരുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീടിനടുത്തുള്ള നൈമയുടെ അമ്മായി ഫിറോസിന്റെ ഈ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം നൈമ വീട്ടിലില്ലാത്ത ഉച്ചസമയത്തും മറ്റും ഫിറോസ് കൃത്യമായി വീട്ടിൽ വരുന്നു. സാധാരണഗതിയിൽ ഫിറോസ് അങ്ങനെ സ്ഥിരമായി വരേണ്ട ആവശ്യമില്ലല്ലോ, ഫിറോസിന് മറ്റേതെങ്കിലും പെൺകുട്ടിയുമായി ബന്ധമുണ്ടോ എന്നൊക്കെയായിരുന്നു അമ്മായി സംശയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവർ തന്റെ മകനെ കൂട്ടി ഫിറോസ് എത്തിയ സമയത്ത് ആ വീട്ടിലേക്ക് ചെന്നു. ഒരു കോണി വെച്ച് ഫിറോസിന്റെ മുറിയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവർ മകനോട് പറഞ്ഞു. മകൻ കോണി കയറി ജനലിനടുത്ത് ചെവി ചേർത്ത് നോക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അകത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ മുരൾച്ചയൊക്കെ കേൾക്കുന്നുമുണ്ട്. ആ ശബ്ദം റെക്കോർഡ് ചെയ്തെടുക്കാൻ വിവരമറിഞ്ഞതും അമ്മായി പറഞ്ഞു. അവൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും റഹീമ പുറത്തേക്കിറങ്ങി വന്നു. അവളെ കണ്ടതും അമ്മായിയുടെ മകന്റെ കയ്യിൽ നിന്ന് ആ ഒരു വെപ്രാളത്തിൽ ഫോൺ താഴേക്ക് വീണു. താഴെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു. അതിലെ വെള്ളത്തിലേക്കായിരുന്നു അത് പതിച്ചത്. റഹീമയ്ക്കടുക്കൽ അമ്മായി പറഞ്ഞു, ഫിറോസിനെന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവന്റെ മുറിയിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടത്രേ. സത്യത്തിൽ അത് ഫിറോസിനൊപ്പം ഉണ്ടായിരുന്ന റഹീമ തന്നെയായിരുന്നു. പക്ഷെ തനിക്കൊന്നും അറിയില്ലെന്ന ഭാവത്തിൽ അവർ അഭിനയിച്ചു. അമ്മായി റഹീമയെയും കൂട്ടി ഫിറോസിന്റെ മുറിയിലേക്ക് ചെന്നു. ഫിറോസ് ആകട്ടെ അവിടെ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു. അമ്മായി മുറി മുഴുവൻ തിരഞ്ഞു. പക്ഷേ ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. വീട് മുഴുവൻ പരിശോധിച്ചിട്ടും ആരെയും കിട്ടാതായപ്പോ തെറ്റിദ്ധരിച്ചതിന് ഫിറോസിനോട് ക്ഷമ ചോദിച്ച് അവർ അവിടെ നിന്നിറങ്ങി. പക്ഷേ പുറത്തെത്തിയപ്പോഴും അമ്മായിയുടെ സംശയം മാറിയിരുന്നില്ല. മകനോട്, നീ ആ ശബ്ദം കേട്ടത് തന്നെയാണോ എന്നവർ ഒന്നുകൂടി ചോദിച്ചു. ആണെന്ന് മകൻ തറപ്പിച്ചു പറഞ്ഞതും ഫോൺ ശരിയായി കിട്ടട്ടെ എന്ന് കൂട്ടിച്ചേർത്തതും എങ്കിൽ ഫോൺ നന്നാക്കി കിട്ടിയ ശേഷം ബാക്കി നോക്കാമെന്ന് അവരും പറഞ്ഞു. നെയ്മയോട് എന്നിട്ട് പറഞ്ഞാൽ മതി എന്നും അവർ തീരുമാനിച്ചു. വൈകാതെ നെയ്മക്ക് പുതിയ സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടിയിരുന്നു. അവൾ അവിടെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ആ ഒരു സമയത്താണ് അവളുടെ അച്ഛന്റെ ഫോൺ കോൾ അവൾക്ക് വന്നത്. നെയ്മയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരുന്നു. അതുകൊണ്ട് നെയ്മയെയും ഫിറോസിനെയും പറ്റിയും വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും വേണ്ടി അദ്ദേഹം വിളിച്ചതാണ്. വാപ്പയെ ആശ്വസിപ്പിച്ച് നെയ്മ കുറെ നേരം സംസാരിച്ചു. പിന്നീട് നെയ്മ റഹീമയെയും കൂട്ടി തന്റെ പഴയ സ്കൂളിലെ ടീച്ചറെ കാണാൻ പോയി. അവിടെ നിന്നും മടങ്ങുമ്പോ നെയ്മ റഹീമയോട് ചോദിച്ചു, ഉമ്മ, ഫിറോസ് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്നോട് എന്തോ അകലമുള്ള പോലെയാ പെരുമാറുന്നത്, എന്തൊക്കെയോ മറച്ചു നിൽക്കുന്ന പോലെ. റഹീമ അത് കേട്ടതും ദേഷ്യത്തോടെ ചോദിച്ചു, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ? വിവാഹത്തിനു മുമ്പേ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നില്ല, ഞാനത് നിന്നോട് പറഞ്ഞതുമാണ്. അത് കേട്ട് നെയ്മ നിശബ്ദയായി. നെയ്മയ്ക്ക് എന്തോ മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നുകയായിരുന്നു. ഒടുവിൽ അവളൊന്ന് തീരുമാനിച്ചു, സീമയെ നേരിട്ട് ചെന്ന് കാണുക. അവൾ തനിച്ച് സീമയെ കാണാൻ പോയി. സീമയോട് ഫിറോസിനെ പറ്റി സംസാരിച്ചു. ഇപ്പോഴും ഫിറോസുമായി അവൾക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഫിറോസ് തന്നെ ഒട്ടും ഗൗനിച്ചിട്ടില്ലെന്നും അവനോട് ഫ്ലേട്ട് ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിച്ചെങ്കിലും അവൻ എന്നെ അവഗണിക്കുക മാത്രമാണ് ചെയ്തതെന്നും നെയ്മക്കടുത്ത് അവൾ പറഞ്ഞു. ഫിറോസിന് അവൻ ആഗ്രഹിച്ച പോലത്തെ പെൺകുട്ടിയെ തന്നെ കിട്ടിയെന്നാ എനിക്ക് തോന്നുന്നത്. സീമ അങ്ങനെ പറഞ്ഞപ്പോ നെയ്മക്ക് ഒരുപാട് സന്തോഷം തോന്നി. അന്ന് ഫിറോസിന്റെ ജന്മദിനം കൂടിയായിരുന്നു. അവനെ സർപ്രൈസ് ചെയ്യിക്കാൻ ഒരു കേക്കും വാങ്ങി നെയ്മ നേരെ ഫിറോസിന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ എത്തിയപ്പോ അരമണിക്കൂർ മുമ്പേ ഫിറോസ് വീട്ടിലേക്ക് പോയി എന്നായിരുന്നു അവൾക്ക് അറിയാൻ കഴിഞ്ഞത്. നെയ്മ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയം വീടിന് മുന്നിലൂടെ അമ്മായി പോവുകയായിരുന്നു. ഫിറോസിന്റെ വണ്ടി മുമ്പിൽ കണ്ടതും ഒന്ന് നോക്കിയേക്കാമെന്ന് കരുതി അവർ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. കോണി ചാരി വെച്ച് ജനലിലൂടെ നോക്കി. അവിടെ കണ്ട കാഴ്ച അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായിരുന്നു. ഫിറോസും റഹീമയും ബന്ധപ്പെടുന്നു. അത് കണ്ട് അവർ കറപ്പും ഛർദിയും വന്നു. ലോകം അവർക്ക് ചുറ്റിലുമായി കറങ്ങുന്ന പോലെ പോലും അവർക്കൊരു നിമിഷം തോന്നി. അവർ ഉടൻ
തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. ആളുകൾ അവിടെ തടിച്ചുകൂടപ്പെട്ടു. ദേഷ്യത്തോടെ വീടിൽ തട്ടുകയും ജനൽ തുറക്കാൻ ശ്രമിക്കുകയും അവരോട് പുറത്തേക്കിറങ്ങാൻ വേണ്ടി ആക്രോശിക്കുകയും ചെയ്തു. വീട്ടിലേക്കെത്തിയ നെയ്മ കണ്ടത് വീടിനു ചുറ്റുമുള്ള ആൾക്കൂട്ടമായിരുന്നു. അവൾ വല്ലാതെ പരിഭ്രമിച്ചു. പിന്നാലെ അവളുടെ അമ്മായി തന്നെ അവളോട് കാര്യം പറഞ്ഞു. നെയ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആളുകൾ വാതിൽ തകർത്തു. നെയ്മ അകത്തേക്ക് കയറി. ബെഡ്റൂമിൽ അർദ്ധനഗ്നരായി നിൽക്കുന്ന തന്റെ ഭർത്താവിനെയും ഉമ്മയെയും നേരിട്ട് കണ്ട അവൾ ആ നിമിഷം തകർന്നുപോയി. തന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ അവൾക്ക് തോന്നി. ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ശ്വാസം മുട്ടുന്നുണ്ടോ അവൾ സംശയിച്ചു. ഒരു നിമിഷം അവൾ അവിടെ തളർന്നു വീണു. ഒരു ഘട്ടത്തിൽ എഴുന്നേറ്റ് വന്ന് പൊട്ടിത്തെറിച്ച് അവൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നോട് ഇത് ചെയ്തത്? അവൾ കരഞ്ഞുപോയിരുന്നു. അവളുടെ ലോകം ആ നിമിഷം ഇല്ലാതായ പോലെ അവൾക്ക് തോന്നി. അവൾ അവിടെ നിൽക്കാതെ വേഗം വീടിന് പുറത്തേക്കോടി റോഡിലേക്കെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ തളർന്നവിടെയിരുന്നു. പിന്നീട് അമ്മായി എത്തി നെയ്മയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. നെയ്മാകെ തകർന്നുപോയിരുന്നു. ആ വഞ്ചന ഉൾക്കൊള്ളാനോ സഹിക്കാനോ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഫിറോസ് അവളെ കാണാൻ ശ്രമിച്ചു. ആ വീട്ടിലേക്കും ചെന്നു. പക്ഷേ അമ്മായി അതിന് അനുവദിച്ചില്ല. അവരവനെ ആട്ടിപ്പായിച്ചു. വിവരം റഫീഖിന്റെ ചെവിയിലെത്തി. അവർ നാട്ടിലേക്ക് ഓടിയെത്തി. മകളുടെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹവും തകർന്ന് കരഞ്ഞുപോയി. വാപ്പയെ കണ്ടതും വേദന സഹിക്കാൻ പറ്റാതെ വിതുമ്പിക്കൊണ്ട് അവൾ ചോദിച്ചു, എന്റെ ഉമ്മയ്ക്ക് എങ്ങനെ എന്നോടിത് ചെയ്യാൻ തോന്നി? അതിന് മറുപടി പറയാൻ ആർക്കും തന്നെ സാധിക്കുമായിരുന്നില്ല. റഫീഖ് അവിടെ നിന്ന് റഹീമയെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു. നിന്നെപ്പോലെ തരം താഴ്ന്ന ഒരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല. സ്വന്തം മകളുടെ ഭർത്താവിന്റെ ഒപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? നിനക്ക് നാണമില്ലേ? അദ്ദേഹം രോഷത്തോടെ ചോദിച്ചു. റഹീമ പക്ഷേ തിരിച്ചടിച്ചു. എനിക്ക് 17 വയസ്സുള്ളപ്പോ നിർബന്ധിച്ച എന്റെ വീട്ടുകാര് നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും വേണ്ടി എനിക്ക് നെയ്മയെ പ്രസവിക്കേണ്ടി വന്നു. അതോടെ നിങ്ങളെ ചുറ്റിപ്പറ്റി എന്റെ ജീവിതം ഈ 4 ചുവരുകൾക്കുള്ളിലായി. എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും എല്ലാം അതോടെ തീർന്നു. ഒക്കെ അവസാനിച്ചു. അത് കേട്ടുകൊണ്ടായിരുന്നു നെയ്മ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. താൻ തന്റെ ഉമ്മയെ അത്രമേൽ സ്നേഹിച്ചിട്ടും ഉമ്മ തന്നെ ഒരു ഭാരമായിട്ടാണ് കണ്ടത് എന്ന് ചിന്തിച്ചവൾ വല്ലാതെ വേദനിച്ചു. അതവൾ ഉമ്മയോടും ചോദിച്ചു. പിന്നാലെ വാപ്പയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. റഫീഖിന് മകളുടെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും അയാൾക്കും മടുത്തിരുന്നു. ആ നിമിഷം അയാൾ അവരെ ഡിവോഴ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ത്വലാക്ക് ചൊല്ലുകയും ചെയ്തു. തന്റെ മകൾ ആ നരകത്തിൽ തുടരണ്ടെന്ന് പറഞ്ഞ് മകളെ അദ്ദേഹം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. റഹീമയുടെയും ഫിറോസിന്റെയും ബന്ധം പിടിച്ചെന്ന് അത് പലരും ക്യാമറകളിലും മറ്റും ഷൂട്ട് ചെയ്തിരുന്നു. അത് ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അത് വൈറലാവാൻ തുടങ്ങി. അതോടെ ജനരോഷം വലിയ രീതിയിൽ ഇരമ്പി. റഹീമയുടെ റെസ്റ്റോറന്റ് ജനം അടിച്ചു തകർത്തു. ഫിറോസിന് അയാളുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടു. നെയ്മ എപ്പോഴും ആകെ തകർന്ന് ദുഃഖിതയായി തുടരുകയായിരുന്നു. ഒരു സമാധാനത്തിന് തന്റെ കൂടെയുള്ള ടീച്ചറുടെ അടുക്കൽ നടന്നതൊക്കെ തുറന്നു പറഞ്ഞ് അവൾ മനസ്സിലെ ഭാരമിറക്കി വെക്കാൻ ശ്രമിച്ചു. ടീച്ചർ അവളെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ഉമ്മ ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷെ ലോകത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരോടും ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ഒന്നുമില്ലെങ്കിലും നിന്റെ മാതാവല്ലേ, കഴിയുമെങ്കിൽ അവരോട് ക്ഷമിക്കുക. ടീച്ചറുടെ വാക്ക് കേട്ട് നെയ്മ അമ്മയോട് ക്ഷമിക്കണോ എന്ന് ചിന്തിച്ചു. ഒടുവിൽ ഉമ്മയെ കാണാനും പോയി. അവിടെ എത്തുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു വിവരം നെയ്മ അറിയുന്നത്. ഉമ്മ ഗർഭിണിയാണ്. അവൾക്കത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതിനുശേഷം ഒരു ദിവസം നെയ്മ വന്നപ്പോൾ കണ്ടത് വീടിന് പുറത്ത് ഫിറോസിന്റെ വണ്ടിയിരിക്കുന്നതാണ്. അത് കണ്ടതും നെയ്മ വീണ്ടും തകർന്നുപോയി. നെയ്മ പതിയെ വീടിനകത്തേക്ക് കടന്നു ചെന്നു. റഹീമയും ഫിറോസും വീണ്ടും പഴയ ബന്ധം തുടരുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവരിരുവർക്കും നാണമേ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് നൈമ വാങ്ങിയ ബൈക്കിന്റെ രേഖകളുമായി അവിടെ നിന്ന് കടന്നു കളയാൻ ഫിറോസ് ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട നൈമ അവനെ തടയാൻ ശ്രമിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം നീ എന്നെ വഞ്ചിച്ചു, ഇപ്പൊ എന്റെ സ്കൂട്ടറും മോഷ്ടിച്ചു പോവാൻ നോക്കുന്നു. പക്ഷെ ഫിറോസ് ഏറെ തരം താഴ്ന്നു കഴിഞ്ഞിരുന്നു. അവൻ നെയ്മയെ ആഞ്ഞു തള്ളി. അവൾ താഴെ വീണു. ബൈക്കെടുത്ത് അവൻ കടന്നു കളഞ്ഞു. നെയ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ സാധിച്ചില്ല. തന്റെ ഉമ്മയോട് ക്ഷമിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ അവൾ കരുതിയതായിരുന്നു. പക്ഷേ അവളുടെ ഉമ്മ ക്ഷമ അർഹിക്കുന്നില്ല എന്നവൾക്ക് മനസ്സിലായി. ദേഷ്യം കൊണ്ട് അകത്തേക്ക് കടന്നിയവൾ ആ വീട്ടിലെ വസ്തുക്കൾ അടിച്ചു തകർക്കാൻ തുടങ്ങി. ആകെപ്പാട് നിലതെറ്റിയിരുന്ന അവൾ തകർന്ന് പുറത്തേക്ക് വന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയത്ത് റോഡിലിരുന്ന് അവൾ
അവൾ പൊട്ടിക്കരഞ്ഞു. ആ സമയത്തായിരുന്നു അതുവഴി വന്ന അവളുടെ വാപ്പ അവളെ കാണുന്നത്. അദ്ദേഹം അടുത്തെത്തി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അമ്മയും ഫിറോസും വീണ്ടും ബന്ധം തുടരുകയാണ് എന്ന് നൈമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. റഫീഖ് ഏറെ ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. അദ്ദേഹത്തിന് അവിടെ വെച്ച് ഒരു ഹൃദയാഘാതം സംഭവിച്ചു. നൈമ എങ്ങനെയൊക്കെയോ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് അവൾ നിർത്താതെ കരഞ്ഞു. കുറെ നേരത്തിനു ശേഷം റഫീഖിന് ബോധം വന്നപ്പോഴായിരുന്നു നൈമക്ക് കുറച്ച് ആശ്വാസം കിട്ടിയത്. തുടർന്ന് നൈമയുടെ ടീച്ചർ അവളെ കാണാനെത്തി. എല്ലാം അവൾ ടീച്ചറോട് തുറന്നു പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, മതി, എല്ലാത്തിന്റെയും പരിധി അവസാനിച്ചു. നിന്റെ ഉമ്മയും നിന്റെ ഭർത്താവും ഒരു തരത്തിലും മാപ്പർഹിക്കുന്നില്ല. നീ നിർബന്ധമായും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചേ പറ്റൂ. എല്ലാ പിന്തുണയുമായി ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ടീച്ചറുടെ വാക്ക് നൈമ ശിരസ വഹിച്ചു. റഹീമയ്ക്കും ഫിറോസിനുമെതിരെ അവൾ കേസ് കൊടുത്തു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. പക്ഷെ അവിടെ എത്തിയപ്പോഴും ആ നാണമില്ലാത്തവർക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ തന്റെ ഉമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ മാതാവായി പോയി. നിങ്ങൾ എന്നോട് എത്ര മോശം ചെയ്താലും എനിക്ക് നിങ്ങളെ ഉമ്മയായി തന്നെ കാണാനല്ലേ സാധിക്കുള്ളൂ. നിങ്ങളെ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്നേഹിക്കും. അതും പറഞ്ഞ് അവള് പൊട്ടിക്കരഞ്ഞു. വൈകാതെ വിചാരണ നടന്നു. വിചാരണയ്ക്കൊടുവിൽ ജഡ്ജി ഫിറോസിനും റഫീഖിനും കഠിനമായ ശിക്ഷ തന്നെ വിധിച്ചു. അവർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെട്ടു. കുറച്ച് നാളുകൾ കടന്നുപോയി. ഒരിക്കൽ നൈമ ജയിലിൽ തന്റെ ഉമ്മയെ കാണാനെത്തി. അവിടെ വെച്ചവൾ തന്റെ ഉമ്മയ്ക്കായി ഹജ്ജിനായി മാറ്റിവെച്ചിരുന്ന പണം നൽകിക്കൊണ്ട് പറഞ്ഞു, അവസാനമായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. ഇത് നിങ്ങൾക്കായി ഞാൻ മാറ്റിവെച്ച പണമായിരുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ നൽകാമെന്ന് കരുതി. എന്റെ അവസാന സഹായമായിട്ട് ഇത് നിങ്ങൾ സ്വീകരിക്കണം. പക്ഷേ ഇപ്പോഴും എനിക്ക് വലിയ ദുഃഖമുണ്ട്. എന്റെ സ്വന്തം ഉമ്മ എന്തിനാണ് എന്റെ ലോകം തകർത്തത്, എന്നെ ചതിച്ചത് എന്നെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. റഹീമ അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തിനാത് ചെയ്തത് എന്നെനിക്കും അറിയില്ല. ചെറുപ്പം മുതൽ നിന്നെ സ്നേഹിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷേ എനിക്കതിന് സാധിച്ചിട്ടില്ല. നീ എന്നോട് ക്ഷമിക്കണം. നൈമ ഒന്നും മിണ്ടിയില്ല. അവൾ സ്വയം നിയന്ത്രിച്ച് അവിടെ നിന്നിറങ്ങിപ്പോന്നു. തന്റെ ഉമ്മ ഒരിക്കലും സത്യസന്ധമായി തന്നെ സ്നേഹിച്ചിട്ടേയില്ല എന്നവൾക്കറിയാമായിരുന്നു. എങ്കിലും അവളുടെ ഉള്ളിൽ ഉമ്മയോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നതുകൊണ്ട് മാത്രം ആരും ഉമ്മയാവില്ല. അതുകൊണ്ട് അവൾ സ്വയം ഒരു കാര്യം തീരുമാനിച്ചു. ഞാനൊരു ഉമ്മയാകുമ്പോൾ ഞാൻ അനുഭവിച്ച ഈ വേദന ഒരിക്കലും എന്റെ കുട്ടി അനുഭവിക്കാൻ ഞാൻ ഇടയാക്കില്ല. അതും ചിന്തിച്ചു നിൽക്കുന്ന നൈമയുടെ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ജന്മം നൽകിയതുകൊണ്ട് മാത്രം ആരും മാതാവാകുന്നില്ല. ഒരു കുഞ്ഞും സ്വന്തം ഇഷ്ടപ്രകാരം ഈ ലോകത്തേക്ക് വരുന്നതുമല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളോട് മാതാപിതാക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. പാപം ചെയ്യുന്നവർ എന്നാണെങ്കിലും അതിന്റെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അതാണ് റഹീമയുടെയും ഫിറോസിന്റെയും കാര്യത്തിൽ സംഭവിച്ചതും. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടത്. ബന്ധങ്ങൾ അത്രമേൽ തകർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യത്വവും സന്മനസ്സുള്ളവരും ഈ ലോകമെങ്ങും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ കഥാവിവരണം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.